ഹേ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് 220 രൂപ വരുന്നൊരു കിടിൽ ഓഫ് റോഡ് ഗെയിം എങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ എനിക്ക് പറഞ്ഞിട്ടുള്ളത് ഗ്രാഫിക്സ് കാര്യങ്ങളെല്ലാം കിടിലൻ ഗ്രാഫിക്സും കാര്യങ്ങളും എല്ലാം ആണ്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറിജിനാലിറ്റി ഓക്കെയാണ്. നമ്മുടെ ഗിയർ ഷിഫ്റ്റിങ് കാര്യങ്ങളിലെല്ലാം നല്ല രീതിക്ക് തന്നെ ഒറിജിനാലിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ അത് കിടിലമായിട്ട് എഫക്റ്റ് ചെയ്യും നമ്മുടെ ഡ്രൈവിങ്ങിനെ. അപ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് കളിച്ചു നോക്കേണ്ട ഒരു ഗെയിമും കൂടിയാണ്. അപ്പോൾ ഞാൻ കാണിക്കുന്ന ഒരു മീഡിയം ഗ്രാഫിക്സ് ആണ്. ഹൈ ഗ്രാഫിക്സ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. പിന്നെയെന്ന് വെച്ചാൽ എല്ലാ വെഹിക്കിളും സൂപ്പറാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മുടെ ഓഫ് റോഡ് കളിക്കാൻ പറ്റുന്ന വെഹിക്കിൾ എടുത്തിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഫീൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗെയിം നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് കിട്ടും. പക്ഷേ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് എടുക്കുന്ന ടൈമിൽ 220 രൂപ അടക്കണമെന്ന് പറയും. അപ്പോൾ ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്ത് കളിക്കാമെന്ന് ഞാൻ ഈ വീഡിയോ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗെയിം 1 GB റാമുള്ള ഫോണിൽ സിമ്പിളായിട്ട് കളിക്കാൻ പറ്റും. വലിയ സൈസൊന്നും വരുന്നില്ല, ഒരു 300 MB താഴെ വരുന്നുള്ളൂ. അപ്പോൾ അതിന് വെച്ച് നോക്കുമ്പം അതിൻ്റെ 300 MB ഗ്രാഫിക്സ് ആണോ എന്ന് വെച്ചാൽ അല്ല, അതിലും കൂടുതൽ ഗ്രാഫിക്സ് വരുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ആയിട്ട് ഇടാം. കൺട്രോൾ ഞാനിപ്പോൾ ആരോ ഇട്ടേക്കുന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ആയിട്ട് ഇടാം. കാരണം കുറേ പേർക്ക് സ്റ്റിയറിംഗ് ഇട്ട് കളിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോൾ സ്റ്റിയറിംഗ് ആയിട്ട് ഇടാം. പിന്നെ എങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഞാൻ താഴെ എന്തായാലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കും. പക്ഷേ എങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ടേ പാസ്വേഡൊക്കെ ഉണ്ട്, അതൊക്കെ അറിയണമെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാം. പിന്നെ ഇത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ടത് പ്രോപ്പറായിട്ടായിരിക്കണം. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് വരെ ഉള്ളൂ. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആ ഒരു റിയലിസ്റ്റിക് കളഞ്ഞായിട്ട് തോന്നിയിട്ടുള്ളത്. തേർഡ് വരെ ഈ വെഹിക്കിൾസിനെല്ലാം ഗിയർ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത് ആദ്യത്തെ ലെവലൊക്കെ നമ്മൾ പോവും. കാരണം വലിയ രീതിക്കൊന്നും ഗിയർ ഷിഫ്റ്റിങ് അറിയില്ല. പിന്നീട് അങ്ങോട്ട് നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതിനകത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മളപ്പോൾ തന്നെ വീണ്ടും ആദ്യം തൊട്ട് റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ചില കയറ്റങ്ങൾ കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ നല്ല രീതിക്കുള്ള കുന്നൊക്കെ നമ്മൾ കയറുന്ന ടൈമിൽ ഒരു ഓഫ് റോഡ് വണ്ടി എങ്ങനെ കയറുമോ അമ്മാതിരി എഫക്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പേഴ്സണലി പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട് 220 രൂപയ്ക്കൊന്നും ഇല്ല. പക്ഷേ നിങ്ങൾക്ക് ഒരു ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് കളിക്കാനും വേണ്ടിയിട്ട് ഈ ഒരു ഗെയിമിൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ പ്ലേ സ്റ്റോറിൽ കാര്യങ്ങളൊക്കെ ഈ ഗെയിമുണ്ട്. ഞാൻ നോക്കുന്ന ടൈമിൽ വെറും 3.5 റേറ്റിംഗോ 3.5നും ഒരു 3.8നും ഇടയ്ക്ക് എന്തോ റേറ്റിംഗാണ് ഉണ്ടായിരുന്നത്. അതിന് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ റേറ്റ് തന്നെയായിരിക്കും. പക്ഷേ ഈ ഒരു ഗെയിം അല്ലാതെ നിങ്ങൾക്ക് ഇപ്പോൾ ഫ്രീ ആയിട്ടാണ് കൊടുത്തിരുന്നെങ്കിൽ ഒരുവിധം നല്ല രീതിക്ക് തന്നെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ കണ്ടാൽ. പിന്നെ ഞാൻ നോക്കുന്ന ടൈമിൽ എന്തായാലും ഒരു 5 ലക്ഷത്തിന് മുകളിൽ ഡൗൺലോഡ്സും ഉണ്ടായിരുന്നു ഈ ഒരു ഗെയിമിന്. അപ്പോൾ അതിൻ്റെ ഒരു കിടിലൻ ഫയൽ. അപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോറിൽ കുറേ ഫയൽസ് തപ്പിക്കഴിഞ്ഞാലും ഈ ഒരു ഗെയിം സപ്പോർട്ട് ആവുന്നില്ല. അങ്ങനെ അവസാനം എനിക്കൊരു ഫയൽ കിട്ടി. അങ്ങനെ ആ ഫയലാണ് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്തേക്കുന്നത്. ഡൗൺലോഡ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് ഞാൻ വീഡിയോയിൽ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ കയറി ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക ഡൗൺലോഡ് ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ എൻ്റെ മുമ്പത്തെ വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അവർക്ക് വേണമെങ്കിൽ ഇപ്പോഴേ നിങ്ങൾക്ക് വീഡിയോ സ്കിപ്പ് ആയിട്ട് പോവാം. പിന്നെ ഈ ഒരു ഗെയിമിനെ കുറിച്ച് പറയുന്ന സമയത്ത് എനിക്ക് പറഞ്ഞിട്ടുള്ളത് ഇതിനകത്ത് മുകളിലായിട്ട് നിങ്ങൾക്ക് 4x4 ഇടാം. അത് കണക്ക് തന്നെ 2 ടയേഴ്സിൻ്റെ സപ്പോർട്ട് വരുന്നതാണ് കൂടെ. അപ്പോൾ 4x4 ഇടാം. നിങ്ങൾക്ക് കയറാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ 4x4 ഇടുക. പിന്നെ അത് കണക്ക് തന്നെ ഈ 2WD 4WD എന്ന് കൊടുത്തേക്കുന്നില്ലേ, അപ്പോൾ അതൊക്കെ നിങ്ങൾ മാക്സിമം ഒറിജിനൽ ഡ്രൈവിങ് ചെയ്യുന്ന കണക്ക് തന്നെ ചെയ്യുക. ഇപ്പോൾ മാക്സിമം വണ്ടി വലിക്കാത്ത ടൈമുകളിൽ മാത്രം 4WD ഇട്ട് കൊടുക്കുക. പിന്നെ ഹാൻഡ് ബ്രേക്ക് അത് കണക്ക് തന്നെ. ഇപ്പോൾ ഒരു കുത്തം കയറ്റത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് വണ്ടി ആക്സിലേറ്റർ കൊടുത്ത് കഴിഞ്ഞാൽ പയ്യെ മൂവ് ആവും. ഇല്ല നിങ്ങൾ ഹാൻഡ് ബ്രേക്ക് ചിലപ്പോൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ടൊക്കെ വരും. അതൊക്കെ എന്തായാലും നല്ല രീതിക്ക് തന്നെ റിയലൈസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ആദ്യം നിങ്ങൾക്ക് ഇനോവ കാര്യങ്ങളൊക്കെ വരും. അതൊന്നും നിങ്ങൾ എല്ലാ വെഹിക്കിളും ഫ്രീ ആയിരിക്കും നമ്മൾ തരുന്ന ഫയലിൽ. അപ്പോൾ നിങ്ങൾ ഈ ഒരു വെഹിക്കിൾ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഞാനിങ്ങനെ വലിയ ലെവലിലോട്ടൊന്നും പോയിട്ടില്ല, നല്ല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലെവലിലോട്ടൊന്നും പോയിട്ടില്ല. അങ്ങോട്ടൊക്കെ ചെല്ലുന്ന സമയത്ത് നല്ല കിടിലമായിരിക്കും ഈ ഒരു ഗെയിം കളിക്കാനെന്ന് പറഞ്ഞ്. ഞാനൊരു കോംപ്ലിക്കേറ്റഡ് ലെവലിലോട്ടൊന്നും പോയിട്ടില്ല. അപ്പോൾ നിങ്ങളെ കോംപ്ലിക്കേറ്റഡ് ലെവലിലോട്ടോ കാര്യങ്ങളിലോട്ടൊക്കെ പോകുന്ന ടൈമിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും ഗെയിം എക്സ്പീരിയൻസ്. ഇതുപോലത്തെ കൂടുതൽ ഗെയിംസുകൾക്കും അത് കണക്ക് തന്നെ നിങ്ങൾക്ക് സാമിൽ കൂടുതൽ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ വേണം. കാരണം കുറേ പേര് പറയുന്നുണ്ട് സാം അപ്ഡേറ്റ്. അപ്പോൾ ഞാൻ കുറച്ച് ഇതേപോലത്തെ ഗെയിംസും റിവ്യൂ ചെയ്യുന്നുണ്ട്, സാമ്പിൾ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഏതെൻ്റെ ആ വീഡിയോ ആണോ വേണ്ടത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കമൻറ്റ് വരുന്ന എന്ത് വീഡിയോ ചെയ്യാനാണോ അത് ഞാൻ ചെയ്യുന്നതായിരിക്കും. അത് കണക്ക് തന്നെ നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോയ്ക്ക് എന്നിട്ട് ലൈക്കും കൂടെ ചെയ്തേക്കാം. അപ്പോൾ നേരെ എങ്ങനെ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ സൈഡിലേക്ക് കൊടുത്തേക്കാം, നിങ്ങളത് നോക്കിക്കോളാം. പിന്നെ ഈ പാസ്വേഡ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല, നിങ്ങൾക്ക് ഫയൽ ഡൗൺലോഡ് ചെയ്ത് നേരെ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും.
ഉടനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്ന ലിങ്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നീ ആരോ കാണിക്കുന്നതിലേക്ക് ആഡ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കളയുക. എന്നിട്ട് നേരെ ഒന്ന് വെയിറ്റ് ചെയ്ത് അവിടെ ഒരു വെരിഫൈ പറഞ്ഞ ബട്ടൺ വരും, അത് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് കണ്ടിന്യൂ കൊടുക്കുക. ചിലപ്പോൾ കണ്ടിന്യൂ മാത്രമേ വരത്തുള്ളൂ, അങ്ങനെ കണ്ടിന്യൂ കൊടുക്കുക. ഇതേയാണെങ്കിൽ നിങ്ങളൊരു 3 വട്ടം 3 പേജിലോട്ട് പോകേണ്ടതായിട്ടുണ്ട്. സെയിം ഇതേ കണക്ക് തന്നെ ആഡ്സ് വരും 2 സൈഡിലായിട്ട്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കളയുക. അതിനുശേഷം ഒരു 10 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക, താഴേക്ക് സ്ക്രോൾ ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു 2 പേജാണ് നിങ്ങൾ പോകാനായിട്ടുള്ളത്. അപ്പോൾ ഇതൊരു വലിയ ഒന്നുമില്ല, നിങ്ങൾക്ക് 1 മിനിറ്റ് എടുക്കും ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ആയി കിട്ടും ഈ ഒരു പേജിലേക്ക് എത്താനായിട്ട്. അപ്പോൾ ആ ഒരു താമസം മാത്രമേ എടുക്കുന്നുള്ളൂ ഈ ഒരു ഫയലൊന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം ഇങ്ങനെ 3 പേജ് എത്തിയതിനു ശേഷം നിങ്ങൾക്ക് ഒരു ഗെറ്റ് ലിങ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. ജസ്റ്റ് ആ ഒരു ഗെറ്റ് ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നേരെ നമ്മുടെ ഫയൽ ഡൗൺലോഡ് ചെയ്യേണ്ട ആ ഒരു വെബ്സൈറ്റിലേക്ക് പോകും. അപ്പോൾ ആ ഒരു വെബ്സൈറ്റ് ചെന്നിട്ട് നിങ്ങൾക്ക് ആ ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇത് ഇങ്ങനെ ആയിരിക്കും വരിക നമ്മുടെ ഫയൽ ഡൗൺലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ താഴേക്ക് ജനറേറ്റ് ഫ്രീ ഡൗൺലോഡ് ചെയ്യുന്നത് കാണും. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യാനായിട്ട് വരും. 5 സെക്കൻഡ് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോഴത്തേക്ക് ഇവിടെ ലിങ്ക് ജനറേറ്റർ എന്ന് വരും, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്ക് നിങ്ങൾ നേരെ അടുത്ത പേജിലേക്ക് പോകും. നിങ്ങൾ ജസ്റ്റ് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ ഡൗൺലോഡ് ചെയ്യുന്നത് കാണും. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി, ഫയൽ ഡൗൺലോഡ് ആവാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ഗൈസ്.